ഹായ്, 10,000 രൂപ താഴേക്ക് ഒരു നല്ല മോട്ടോ ഫോൺ അല്ലെങ്കിൽ ഒരു നല്ല ഫോൺ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. മോട്ടോയുടെ യൂഷ്വൽ ആയിട്ടുള്ള ആ ഒരു ബഡ്ജറ്റ് റേഞ്ച് പാക്കിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഫോൺ ഇരിക്കുന്നുണ്ട്. ലുക്ക് വൈസ് കുറച്ച് നന്നാക്കിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. കാണുമ്പോൾ തോന്നുന്നുമുണ്ട് അത്യാവശ്യം ഡിസൈനൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. മോട്ടോ ഇത്തിരി ഇമ്പ്രൂവ് ആയെന്ന് പറയാം. ആ പ്രൈസിന് ഇത് നല്ല ഡിസൈൻ ആണെന്ന് തീർച്ചയായിട്ടും പറയാം. IP52 വാട്ടർ റിപ്പല്ലന്റ് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലതാണെന്ന് തന്നെ പറയാം. ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സിം ടൂൾ വരുന്നുണ്ട്. 10 വാട്ടിന്റെ ഒരു ചാർജറുണ്ട്. Type C കേബിൾ ഉൾപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. അതങ്ങോട്ട് മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഉൾപ്പെടുന്ന ഫോണാണ് കേട്ടോ. 8.49 mm തിക്നെസ്സും 185 ഗ്രാമിന്റെ വെയിറ്റ് ഒക്കെയുള്ള അത്യാവശ്യം കംഫർട്ടബിൾ ആയ ഒരു ഫോൺ തന്നെയാണ്. നിങ്ങൾ 10,000 രൂപ താഴെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയ ഫോൺ എന്ന് പറയാം. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഒന്നുമില്ല, സിംഗിൾ സ്പീക്കർ തന്നെയാണുള്ളത്. ബട്ട് ഓവറോൾ കൊള്ളാം, കയ്യിൽ പിടിക്കാനൊക്കെ വലിയ തിരക്കേടില്ല. ഡിസ്പ്ലേ വന്നിട്ട് 6.5 ഇഞ്ചിന്റെ HD+ IPS LCD ഡിസ്പ്ലേ 90 ഹെർട്സിന്റെ കൊടുത്തിരിക്കുന്നു. 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ട്. വൈഡ് വൈൻ 11 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത്യാവശ്യം വീഡിയോസ് ഒക്കെ കാണാൻ കുഴപ്പമില്ല. യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. അതിന്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോ പ്ലേ ചെയ്തിരിക്കുന്നതാണ്. യൂട്യൂബിൽ ഫുൾ HD ആണ്, 4K ഒന്നും സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. ഈ പ്രൈസിൽ നമുക്ക് ഫുൾ HD ഒക്കെ തന്നെ കിട്ടുള്ളൂ. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡിസ്പ്ലേ ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല. സോ അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ തന്നെയാണ് നമുക്ക് ഈ വിലയ്ക്ക് കിട്ടുന്നത്. വൈഡ് വൈൻ 11ന്റെ സർട്ടിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ റേഞ്ചിൽ ഫോണുകൾ എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. MediaTekന്റെ Helio G37 എന്ന പ്രൊസസ്സറാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. വലിയ വിഷയമില്ലാത്ത ഒരു തരക്കേടില്ലാത്ത നല്ല പെർഫോമൻസ് എന്ന് പറയാം. അത്യാവശ്യം നല്ല സ്മൂത്താണ് കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല സ്മൂത്തായ പെർഫോമൻസ് എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട്. സോ വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ചെറുകിട ഗെയിമുകൾ ഇപ്പോൾ ഞാൻ ടെമ്പിൾ റണ്ണൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് കണ്ടോ, എൻ്റെ മോള് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നൈസായിട്ട് ടെമ്പിൾ റണ്ണൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കളിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുകിട ഗെയിമുകൾ കളിക്കാനും ഈ ഒരു ഫോൺ കൊണ്ട് നിങ്ങൾക്ക് പറ്റുമെന്ന സാരം. LPDDR4X റാമും eMMC സ്റ്റോറേജും Android 12 ഒക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഡുവൽ സിം സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. മെമ്മറി കാർഡ് സെപ്പറേറ്റഡ് 1 TB വരെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. താഴെ മൈക്രോഫോൺ സ്പീക്കർ ഗില് Type C പോർട്ട്. റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസറും വോളിയം ബട്ടണും. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടിന്റെ. ടോപ്പിൽ 3.5 mm ജാക്ക് കൊടുത്തിട്ടുണ്ട്. റിയർ സൈഡിലെ ക്യാമറ 16 മെഗാപിക്സലും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ്. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. ക്യാമറ ക്വാളിറ്റി വലിയ കുഴപ്പമില്ല എന്ന് പറയാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോട്ടോ ഒക്കെ. ഇത് നന്നായിട്ടില്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സെൽഫി ക്യാമറയുടെ ഇമേജുകളും കാണാം. അപ്പോൾ ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോൾ തന്നെ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. സ്റ്റുഡിയോ ലൈറ്റ് നല്ലോണം ഉണ്ടെങ്കിൽ നമുക്കിതാ ഈ രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അത്യാവശ്യം തരക്കേടില്ലാത്ത ഫോട്ടോസൊക്കെ ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും കിട്ടുന്നുണ്ട് നിങ്ങൾ കാണുന്ന പോലെ. നിങ്ങൾക്കിത് മതിയെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. വീഡിയോ ക്വാളിറ്റിയും വലിയ കുഴപ്പമൊന്നും പറയാനില്ല. എന്നാലും നിങ്ങൾ ഈ കാണുന്നതൊക്കെയാണ് അതിൻ്റെ റിസൾട്ട്. 8,990 രൂപയാണ് ഇതിൻ്റെ ലോഞ്ച് പ്രൈസ്. ആ പ്രൈസിന് ഈ വീഡിയോ ക്വാളിറ്റി കുഴപ്പമില്ല. അത് വിട്ട് കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിന്റെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. അപ്പോൾ അത്യാവശ്യം ചെറുകിട വീഡിയോസ് എടുക്കാൻ ഇത് ഉപകരിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ബാറ്ററി 5000 mAh ആണ്. പിന്നെ 10 വാട്ട് ചാർജറൊക്കെയാണ് വരുന്നത്. ബാറ്ററി ലൈഫ് ഒന്നും വലിയ പ്രശ്നമില്ല. 4G ആണ്, 5G അല്ല. 10,000 രൂപ താഴെ ഇപ്പോൾ 4G ഫോണൊക്കെ തന്നെയാണ് കിട്ടാനുള്ളൂ. സോ അതുകൊണ്ട് അതും വലിയ കുഴപ്പമില്ല. സോ മൊത്തത്തിൽ ഈ ഒരു ഫോണിന്റെ ഡിസൈനും ഡിസ്പ്ലേയും ക്യാമറയും പെർഫോമൻസും എല്ലാം പറഞ്ഞു വരുമ്പോൾ ഈ പ്രൈസിന് കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. അത്യാവശ്യം നോർമലായ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ. ഇനി നിങ്ങൾക്ക് ഇത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മോട്ടോയുടെ E32 ആ ഒരു ഫോൺ പരിഗണിക്കാം. ഈ കാണുന്നത് ഇതിലും 90 ഹെർട്സിന്റെ LCD ഡിസ്പ്ലേയും 50 MP ക്യാമറ 50 MP കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. 50 MP കൂടിയ മെഗാപിക്സലിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നോക്കാം. 50 മെഗാപിക്സലിന്റെ ക്യാമറയുണ്ട്. MediaTekന്റെ G37 തന്നെയാണ് പ്രൊസസ്സർ. 5000 mAh തന്നെയാണ് ബാറ്ററി. 10 വാട്ടിന്റെ തന്നെയാണ് ചാർജിങ്. സോ അതൊക്കെ സെയിം ആണ്. പക്ഷേ ക്യാമറ കുറച്ചുകൂടി ബെറ്റർ സെറ്റപ്പിൽ അതിൽ കൊടുത്തിരിക്കുന്നതാണ് അവർ പറയുന്നത്. എടുത്ത് നോക്കും പറയാം വിവരം. സോ ഓവറോൾ ഇങ്ങനെയാണ് മോട്ടോ E22s എന്ന ഫോണിന്റെ കാര്യങ്ങൾ. ഒരു മിനിമം യൂസിന് വേണ്ടി നിങ്ങൾക്ക് പരിഗണിക്കാം. പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി ലാസ്റ്റ് കൂട്ടിച്ചേർക്കാം. ജിയോയുടെ ഓഫറൊക്കെ ഉണ്ട്. നിങ്ങൾ ജിയോ സിം ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ജിയോ ഓഫറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇതിനകത്ത് 32,500 ജിയോ ഓഫറുകളൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ അതുകൂടി ചേർത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു വാല്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. മോട്ടോ E22s ഈ ഫോണിൻ്റെ വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.